ശരി, ശ്രീ സിബി സത്യൻ, താങ്കൾ പറഞ്ഞു ഈ രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും കെ സി വേണുഗോപാലിന്റെ പിന്മാറിയാൽ എന്ന്. പക്ഷേ ആനന്ദ് കൊച്ചുകൂടി അതിനോട് യോജിക്കുന്നില്ല. കെ സിക്ക് നല്ലത് പിന്മാറുകയായിരുന്നു എന്നാണ്. പിന്മാറിയിട്ടില്ല, അത് മറ്റൊരു കാര്യം. മഞ്ജുഷ, ഇതിനകത്ത് അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ അവസാനം വന്നത് 2011-ലാണ്. ഈ 2011 കേരളത്തിൽ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ശക്തമായിരുന്നില്ല. ഇപ്പൊ അതിനുശേഷം ഏതാണ്ട് 15 വർഷത്തിന് ശേഷമാണ് വീണ്ടും അധികാരത്തിന്റെ പടിവാതിൽക്കൽ അവരെത്തുന്നത്. ഞാൻ പല ചർച്ചകളിലും സ്ഥിരമായി പറയാറുള്ളത് പോലെ ഈ സോഷ്യൽ മീഡിയ, ടെക്നോളജി തുടങ്ങിയ സാധനങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും അതിന്റെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ അവർ പതറിപ്പോകുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അതായത് വി ഡി സതീശൻ മുന്നോട്ട് വെച്ച ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയത്. ഹൈക്കമാൻഡ് അടക്കം, അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ അടക്കം. അതിന്റെ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതായത് ഇതിനകത്ത് ഒന്ന് രണ്ട് ട്രാൻസ്പെറൻസി ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, എം പിമാരും മത്സരിക്കേണ്ട എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ആരും മത്സരിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരാൻ ഏതാണ്ട് 1 മാസം സമയമുണ്ടായിരുന്നു. ഈ 1 മാസ സമയത്തിൽ ഏതെങ്കിലും ഒരു പ്രമുഖ നേതാവ് അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ഒരാൾ, അങ്ങനെയുള്ള ഒരാൾക്കാർ തീർച്ചയായും കേരളത്തില് ഒരു തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാവുകയാണെങ്കിൽ കെ സി വേണുഗോപാലിനെ അടക്കം ഞങ്ങൾ പരിഗണിക്കും എന്നൊരു വാക്ക് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര എതിർപ്പുണ്ടാവത്തില്ലായിരുന്നു. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ശക്തി മനസ്സിലാക്കാതെ ഹൈക്കമാൻഡ് അവരുടെ പതിവ് രീതിയിൽ ഒരു ഓപ്പറേഷൻ നടത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അതാണ് പൊളിഞ്ഞു പോയത് ആത്യന്തികമായിട്ട്. അതായത് ജനങ്ങളുടെ പൾസ് സോഷ്യൽ മീഡിയയിലോ വളരെ പെട്ടെന്ന് പുറത്തു വരുമെന്നും അത് താങ്കൾക്ക് അപകടകരമായേക്കും എന്നുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിന് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവർ അവഗണിച്ചു. അതിന് അവരൊരു വില കൊടുക്കുന്നുണ്ട്. ഒബ്വിയസ്ലി നാളെ നേതാവിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പൊട്ടിത്തെറികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആത്യന്തികമായിട്ട് അവരത് ഒതുക്കുമായിരിക്കും. അത് വേറെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇതിനകത്ത് വേറൊരു സംഗതി കൂടിയുണ്ട്. അതായത് AICC ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ശ്രീ കെ സി വേണുഗോപാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓണറബിൾ എക്സിറ്റ് കൂടിയാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരള മുഖ്യമന്ത്രി പദം. ഇതിനകത്ത് കാരണം അവിടെ അദ്ദേഹത്തിന് ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്ത് പകരം ആരെങ്കിലും അവരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിലെ ലോബി വളരെ കാലമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് അങ്ങനെ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ വളരെ മാന്യമായിട്ട് പുനരധിവസിപ്പിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഈ മുഖ്യമന്ത്രി പദം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നിലവിൽ എന്താ സംഭവിച്ചത്? നിലവിൽ അത് കുറച്ച് കൈവിട്ടുപോയി. കാരണം നിലവിൽ കേരളത്തിലെ അവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലിനെ ഒരു വില്ലനാക്കി മാറ്റുന്നതിൽ എതിർപക്ഷങ്ങൾ വിജയിച്ചു. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു വില്ലനായിട്ട് സമൂഹ മാധ്യമങ്ങളിലും പൊതുജന മധ്യത്തിലും ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു യൂസപ്പർ ആയിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഒരു പിടിച്ചെടുപ്പുകാരനായിട്ട്, ഒരു കടന്നുകയറ്റക്കാരനായിട്ടാണ് ഇപ്പൊ ചിത്രീകരിക്കപ്പെടുന്നത്. ഇവിടെ 2 വഴികളാണ് അദ്ദേഹത്തിന് മുന്നിൽ. ഒന്നെന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് പിന്മാറുക. തൽക്കാലം എല്ലാവർക്കും ഓക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് 2 വർഷത്തെ ഒരു ആദ്യത്തെ ഒരു സ്പ്ലിറ്റ് ടൈം കൊടുത്തിട്ട് അദ്ദേഹം അതിനുശേഷം തിരിച്ചു വരിക. അപ്പം സ്ഥിതിഗതികൾ കുറച്ചുകൂടെ ശാന്തമായിരിക്കും. അദ്ദേഹത്തിന് കുറച്ചുകൂടെ ശാന്തമായിട്ട് തിരിച്ചെത്താൻ പറ്റും. ഒരു വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ബൈ ഇലക്ഷൻ ഒഴിവാക്കാൻ പറ്റും. ഇത് ഒരു മെത്തേഡ്. പക്ഷെ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അന്നേരവും മനസ്സിലാകും, അതായത് 2.5 വർഷം കഴിഞ്ഞു വന്നാലും ചിലപ്പോൾ ഇതേ പൊതുജന വികാരം ഇതുപോലെ തന്നെ ആളിക്കത്തിച്ച് നിർത്താൻ ചിലപ്പോൾ എതിർ കക്ഷികൾക്ക് കഴിഞ്ഞേക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഞാൻ 2.5 വർഷം നിൽക്കുന്നത്? പകരം എന്തായാലും വില്ലനായി, സാരമില്ല, ഞാനത് വന്നിട്ട് എന്റെ ഭരണം കൊണ്ട് ശരിയാക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വേറെ. ഇപ്പൊ നിലവില് നമുക്ക് ഡൽഹിയിലെ ഒരു മൂഡ് വെച്ച് മനസ്സിലാവുന്നത് അദ്ദേഹം ശക്തമായി വരാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ്. അദ്ദേഹം ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ക്ലെയിം വിട്ടുകളയുന്നില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ MLA-മാരുടെ പിന്തുണയുണ്ട്, മറ്റെല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഭൂരിപക്ഷം നേതാക്കന്മാരുടെയും പിന്തുണ, ഇപ്പം ലഭിച്ച ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കളും കെ സി വേണുഗോപാലിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് എന്നാണ് പല സോഴ്സുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉറച്ച ചാൻസ് ഉണ്ട്. അദ്ദേഹം അത് വിട്ടുകളയാതെ ചിലപ്പോൾ അത് മുറുകെ പിടിച്ച് വരാനുള്ള സാധ്യതയാണ് ഒന്ന്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഓണറബിൾ എക്സിറ്റിനെ കുറച്ചൊന്ന് ലേറ്റ് ആക്കുക. AICC ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനത്തുനിന്നുള്ള ആ എക്സിറ്റിനെ കുറച്ചൊന്ന് ലേറ്റ് ആക്കിയിട്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൊടുത്തിട്ട് കുറച്ചുകൂടെ, അതായത് ഈവൻ എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടാൽ പോലും അദ്ദേഹം പിന്മാറിക്കൊണ്ട് പകരം ഒരാളിനെ നിർദ്ദേശിച്ച് ഈ നഷ്ടപ്പെട്ട ഇമേജ് റീബിൽഡ് ചെയ്യാൻ ശ്രമം അദ്ദേഹത്തിന് നടത്താം. അതായത് ഇപ്പം എല്ലാവരുടെയും പിന്തുണ ഇദ്ദേഹത്തിനാണ്, പക്ഷേ അദ്ദേഹം ഇന്നയാളുടെ പേര് നിർദ്ദേശിച്ചു, 2.5 വർഷത്തേക്ക് അയാളായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു സംവിധാനം കൂടെ ഉണ്ടാക്കാനുള്ള ഒരു സുവർണ അവസരമുണ്ട്. അത് വേണുഗോപാലിന്റെ നിലവിലുള്ള നഷ്ടപ്പെട്ടു പോയ ആ യശസ്സിനെയും ഇമേജിനെയും തിരിച്ചു പിടിക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. കാരണം സ്ഥാനത്യാഗം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ സംഭവമാണ്. അത് ജനങ്ങൾ ഓർത്തിരിക്കും. അത് ജനങ്ങൾ വളരെ കൃത്യമായിട്ട് അതിന്റെ ഒരു മെറിറ്റ് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ അത്തരം ഒരു സാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും
ശ്രീ KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തുക. അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ ജനഹിതം എന്തായാലും ഇങ്ങനെയൊക്കെയാണ്, ഞാൻ എന്തായാലും വരുന്നു, ഞാൻ കൃത്യമായി ഭരിച്ച് എൻ്റെ UDF മുന്നോട്ട് വെച്ചിരിക്കുന്ന KSRTC സ്ത്രീകളുടെ സൗജന്യ യാത്രയോ അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും 1000 രൂപ കൊടുക്കുന്ന പദ്ധതിയോ നടപ്പിലാക്കിയാൽ ജനം ഒരു അടുത്ത 2-3 മാസത്തിനുള്ളിൽ ഇതെല്ലാം മറന്ന് അവർ സെറ്റിൽ ആയിക്കോളും എന്ന് പറയുന്ന ഒരു ധാരണയും അദ്ദേഹം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് എനിക്ക് ഏകദേശം തോന്നുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനഹിതം അനുസരിച്ച് മുഖ്യമന്ത്രി വരണം എന്നാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജനഹിതം എന്ന് പറയുമ്പോൾ ഈ ജനഹിതത്തിൽ എവിടെയും KC വേണുഗോപാൽ ഇല്ലല്ലോ, അദ്ദേഹം മത്സരിച്ചിട്ടേ ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ. അത് മാത്രമല്ല MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനവുമായിരുന്നു. അപ്പോൾ അത് മറികടന്ന് വരുമ്പോൾ അത് ജനഹിതമായിട്ട് അതിനെ കണക്കാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ജനഹിതത്തിൽ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അവിടെ KC ഇല്ല ആ ജനഹിതത്തിൽ എന്ന്. ആളുകളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വൈകുന്നേരം K. മുരളീധരൻ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്, ജനഹിതം കോൺഗ്രസ് നിരാകരിക്കരുത്. കോൺഗ്രസ് മാത്രം വിചാരിച്ചാൽ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയില്ല. അതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ന് വൈകുന്നേരം AICC നേതൃത്വത്തെ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ ശേഷം മാധ്യമങ്ങളുമായി പറഞ്ഞ വാചകം ഇങ്ങനെ കൃത്യമാണ്, ജനഹിതം നിരാകരിക്കരുത്. അത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും സ്റ്റാൻഡ്. അവിടെ വ്യക്തികൾ ആരാണ്, നേതാവ് ആരാണ് എന്നൊക്കെ തീരുമാനിക്കാനുള്ള ശേഷി കോൺഗ്രസിന്റെ നേതൃത്വത്തിനുണ്ട്. അവർ തീരുമാനിക്കട്ടെ. സ്വാഭാവികമായും ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ ആ മുന്നണി സംവിധാനത്തിൽ പ്രമുഖ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാൻ വേണ്ടി അവർ ക്ഷണിച്ചു. ലീഗ് അഭിപ്രായം പറഞ്ഞു. ആ പറഞ്ഞ അഭിപ്രായം ഇനി അവർ തീരുമാനമായി വരുമ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞ അഭിപ്രായമാണോ തീരുമാനമായി വരുന്നത്, അല്ല മറിച്ചുള്ളതാണോ, അത് രണ്ടായാലും മുസ്ലിം ലീഗ് യോഗം ചേർന്ന് ലീഗിന്റെ തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ സ്റ്റാൻഡായി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് അങ്ങനെ പറഞ്ഞത്. പഴയ കാലങ്ങളിലൊന്നും മുസ്ലിം ലീഗ് അങ്ങനെയല്ല പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും മിടുക്കനായ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ആ വാചകം ഉപയോഗിച്ചിട്ടുള്ളത്. അത് പാർട്ടിയുടെ തീരുമാനമാണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും പാർട്ടികളെ തമ്മിൽ തെറ്റിക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തെറ്റായ മെസ്സേജ് കൊടുക്കാനോ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. എന്നാൽ ഇത്തരം സംഗതികളൊക്കെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും ജനഹിതത്തിന് വിരുദ്ധമായ തീരുമാനം വന്നാൽ അത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതല്ല. ജനഹിതം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് തന്നെ ആ ജനഹിതം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അത് കേൾക്കേണ്ട എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഏത് വ്യക്തിയാണ് നിങ്ങൾ മാറ്റി ആണെന്നുള്ള കാര്യം. അതല്ലായിരുന്നുവെങ്കിൽ ഇതൊരു തീരുമാനം വരട്ടെ എന്നിട്ട് ഞങ്ങൾ പ്രതികരിക്കാമെന്ന് പറയുന്നത് അർത്ഥമില്ല. കാരണം അത് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറയുമെന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് എതിർപ്പുണ്ട് തന്നെയാണ്. അതായത് തന്നെയാണോ? അങ്ങനല്ല. അല്ല, അത് വ്യക്തികളോടോ അല്ല, അത് മനുഷ്യർ തെറ്റിദ്ധരിപ്പിക്കില്ല. 3 നേതാക്കൾ തമ്മിലാണല്ലോ ഈ മത്സരം പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.